ഡിജിപി ടി പി സെൻകുമാറിന്റെ പോലീസ് ആസ്ഥാനത്തെ സ്ഥലമാറ്റം അപ്രായോഗികമെന്ന് സർക്കാർ. ജൂനിയർ സൂപ്രണ്ട് ബീനാകുമാരി അടക്കം 7 പേരും പഴയ സ്ഥാനത്ത് തുടരും. നിലവിലുള്ളവരെ മാറ്റുന്നത് ഉചിതമല്ല എന്നാണ് സർക്കാർ വിലയിരുത്തൽ. ജൂനിയർ സൂപ്രണ്ട് വി.എൻ. ബീനാകുമാരി അടക്കം 7 പേരെയാണ് ഡിജിപിയായി ചുമതലയേറ്റതിന് തൊട്ടുപിന്നാലെ ടി പി സെൻകുമാർ പോലീസ് ആസ്ഥാനത്ത് നിന്നും സ്ഥലം മാറ്റിയത്. ഡിജിപി നടത്തിയ സ്ഥലം മാറ്റം പ്രായോഗികമല്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ. നിലവിലുള്ളവരെ മാറ്റുന്നത് ഉചിതമല്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ജീവനക്കാരോട് പഴയ സ്ഥാനത്ത് തുടരാൻ സർക്കാർ നിർദ്ദേശിച്ചു. സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ ജീവനക്കാർ ചീഫ് സെക്രട്ടറിക്ക് പരാതിയും നൽകിയിരുന്നു. പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് സ്ഥലമാറ്റമെന്നായിരുന്നു പരാതി. അതീവ ഗൌരവ സ്വഭാവമുള്ള ഫയലുകൾ കൈകാര്യം ചെയ്തിരുന്ന ടി വിഭാഗത്തിൽ നിന്നാണ് ജൂനിയർ സൂപ്രണ്ട് വി.എൻ. ബീനാകുമാരിയെ യു വിഭാഗത്തിലേക്ക് മാറ്റിയത്. അതിന് തൊട്ടുപിന്നാലെ അവരെ SAP-യിലേക്കും മാറ്റിയിരുന്നു. പോലീസ് ആസ്ഥാനത്ത് 3 വർഷമാകാതെ സ്ഥലം മാറ്റാനാകില്ല എന്ന മാനദണ്ഡവും ADGP കൈകാര്യം ചെയ്യേണ്ടതും ഒപ്പുവെക്കേണ്ടതുമായ ഫയൽ സെൻകുമാർ നേരിട്ട് ഒപ്പുവെച്ചുമായിരുന്നു ഉത്തരവിറക്കിയത്. DGP സെൻകുമാറിന്റെ വിശ്വസ്തനെയായിരുന്നു ബീനാകുമാരിക്ക് പകരമായി നിയമിച്ചതും. ചട്ടം ലംഘിച്ചുള്ള ജീവനക്കാരുടെ സ്ഥലമാറ്റത്തിൽ പോലീസ് ആസ്ഥാനത്തെ ജീവനക്കാരും വലിയ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിലാണ് സർക്കാർ നടപടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പോലീസ് ആസ്ഥാനത്തെ ജൂനിയർ സൂപ്രണ്ടിനെ മാറ്റിയതിൽ സെൻകുമാർ സർക്കാരിന് വിശദീകരണം നൽകി. സ്ഥലം മാറ്റത്തിൽ തെറ്റില്ലെന്ന് കേന്ദ്ര സെക്രട്ടറിക്ക് വിശദീകരണം നൽകി. പോലീസ് ആസ്ഥാനത്തെ കോൺഫിഡൻഷ്യൽ സെക്ഷനിലെ ജൂനിയർ സൂപ്രണ്ടായ ബീനയെ സ്ഥലം മാറ്റിയ തന്റെ നടപടിയിൽ തെറ്റില്ലെന്നാണ് DGP സെൻകുമാറിന്റെ പക്ഷം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സെൻകുമാർ ആഭ്യന്തര സെക്രട്ടറി സുബ്രത വിശ്വാസിന് വിശദീകരണം നൽകി. ഒരേ ദിവസം 2 സ്ഥലത്തേക്ക് തന്നെ സ്ഥലം മാറ്റിയത് സെൻകുമാറിന്റെ പ്രതികാര നടപടിയാണെന്നാണ് ബീന നേരത്തെ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഒപ്പം സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് മുമ്പ് പുറത്തിറക്കിയ മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് DGP നടത്തിയതെന്നും ബീന പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ബീനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര സെക്രട്ടറി സെൻകുമാറിനോട് വിശദീകരണം ചോദിച്ചത്. പുതിയ വിശദീകരണത്തോടെ DGPയും DGPക്ക് കീഴിലെ ജൂനിയർ സൂപ്രണ്ടും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിനാണ് പോലീസ് ആസ്ഥാനം സംജാതമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിജിലൻസ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ വിജിലൻസ് കോടതിയിൽ പരാതി. സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കെ പോലീസ് സ്റ്റേഷനുകൾക്കെല്ലാം ഒരേ കമ്പനിയുടെ പെയിന്റ് അടിക്കാൻ ബെഹ്റ നിർദ്ദേശം നൽകിയെന്നതാണ് ഹർജിക്കാരനായ പായച്ചിറ നവാസിന്റെ ആരോപണം. പരാതിയിൽ വിജിലൻസ് ഈ മാസം 20-നകം വിശദീകരണം നൽകണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി നിർദ്ദേശം നൽകി. ഹർജി ഈ മാസം 20-ന് വീണ്ടും പരിഗണിക്കും. കൊല്ലം നെടുമ്പന പഞ്ചായത്തിലെ നല്ലിലയിൽ ബീഫ് വിൽപ്പനശാല പൂട്ടിക്കാൻ BJPയുടെ നേതൃത്വത്തിൽ ഹർത്താൽ. BJPയുടെ വർഗീയ അജണ്ടയാണെന്ന് ആരോപിച്ച CPIM ബീഫ് ഫെസ്റ്റ് നടത്തി പ്രതിഷേധിച്ചു. നല്ലില ചന്തയിലെ ബീഫ് വിൽപ്പനശാലയ്ക്ക് ലൈസൻസ് ഇല്ലാത്തതിനാലാണ് പൂട്ടിക്കാൻ ഹർത്താൽ നടത്തുന്നത് എന്നാണ് BJP പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം. കാലാകാലങ്ങളായി നല്ലില ചന്തയിൽ പ്രവർത്തിക്കുന്ന ബീഫ് വിൽപ്പന കേന്ദ്രത്തിനെതിരെയാണ് BJPയുടെ ഹർത്താൽ. ബീഫ് കട നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. നെടുമ്പന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ചന്ത. എന്നാൽ ഇവിടെ ബീഫ് വിൽപ്പനശാലയ്ക്കുള്ള ലൈസൻസ് ഇല്ലാതിരുന്നിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് BJP ആരോപിച്ചു. അപ്പോൾ ഈ നികുതി വെട്ടിച്ചുകൊണ്ടുള്ള ഒരു അഴിമതിയാണ് ഈ ഇറച്ചിവെട്ടിന്റെ മറവിൽ നടക്കുന്നത്. എന്നാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന് CPIMന്റെ നല്ലില പഞ്ചായത്ത് അംഗവും CPIM DYFI നേതാക്കളും പറഞ്ഞു. ഇത് അനാവശ്യമായിട്ട് ചില RSSന്റെയും അല്ലെങ്കിൽ BJPയുടെയും വർഗീയവാദികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഹർത്താൽ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ ന്യൂനപക്ഷങ്ങളൊക്കെ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇവിടെ ഒരു വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇതിനെ പർവ്വതീകരിച്ച് ഇവിടെ ഒരു വഷളാക്കി ഒരു ജാതി വ്യവസ്ഥയിലേക്കൊക്കെ കൊണ്ടുവരാനുള്ള BJPയുടെയും RSSന്റെയും അജണ്ട അവർ നടപ്പാക്കുകയാണ്. ഇല്ല, വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന മാതിരി ഇവിടെയും അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുക. BJP ഹർത്താലിനെതിരെ CPIM ബീഫും കപ്പയും ഉണ്ടാക്കി വിതരണം ചെയ്തു. ഹർത്താൽ അനുകൂലികൾ പഞ്ചായത്ത് ആസ്ഥാനം ഉപരോധിച്ചു. സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കണ്ണൂരിൽ നാളെ BJP ഹർത്താൽ. BJP പ്രവർത്തകനും നിരവധി കേസുകളിൽ പ്രതിയുമായ കക്കമ്പാറയിൽ ബിജു കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് BJP ഹർത്താൽ. വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, വിശദാംശങ്ങൾ. സൗമ്യ, കണ്ണൂർ പഴയങ്ങാടിയിലാണ് സംഭവം നടന്നിട്ടുള്ളത്. ഏകദേശം 4:30 മണിയോട് കൂടിയായിരുന്നു സംഭവം. പയ്യന്നൂർ കക്കമ്പാറയിലെ ബിജുവിനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. BJP പ്രവർത്തകനാണ് ഇയാൾ. കൊലപാതക കേസുകളിലടക്കം നിരവധി ക്രിമിനൽ കേസുകൾ പ്രതി കൂടിയാണ്. മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. നാളെ കണ്ണൂർ ജില്ലയിൽ BJP ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സൗമ്യ, ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ജസ്റ്റിസ് കർണന്റെ
മറ്റു വാർത്തയിലേക്ക്. ഹർത്താലിന്റെ മറവിൽ കോട്ടയത്ത് RSS അതിക്രമം. ഹർത്താൽ അനുകൂലികൾ ചെങ്ങളം വില്ലേജ് ഓഫീസ് ആക്രമിച്ചു. ഫയലുകൾ കീറിയെറിഞ്ഞ അക്രമി സംഘം തടയാനെത്തിയ ജീവനക്കാരനെ അടിച്ചു വീഴ്ത്തി. സ്വകാര്യ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങിയവരെ കയ്യേറ്റം ചെയ്യാനും ശ്രമം. ഹർത്താലിന്റെ മറവിൽ കുമരകത്തും കോട്ടയം നഗരത്തിലും BJP RSS പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് നയിച്ച ജാഥയിൽ പങ്കെടുത്തവർ നഗരത്തിൽ സ്ഥാപിച്ച CPIMന്റെ കൊടിതോരണങ്ങളും പ്രചരണ ബോർഡുകളും നശിപ്പിച്ചു. തിരുനക്കര മൈതാനത്തെ വഴിവിളക്ക് തകർത്തു. കോട്ടയം തിരുനക്കരയിൽ കാറിന് കല്ലെറിഞ്ഞ RSS പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെങ്ങളം വില്ലേജിലേക്ക് അതിക്രമിച്ചു കയറിയ ഹർത്താൽ അനുകൂലികൾ ഫയലുകൾ കീറിയെറിഞ്ഞു. തടയാനെത്തിയ ജീവനക്കാരനെയും ആക്രമിച്ചു. പരിക്കേറ്റ രാജേഷ് കുമാറിനെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BJPയുടെ ഹർത്താലിന് വന്നിരുന്ന് ജോലി ചെയ്യാൻ ധൈര്യമുള്ളവനാണോടാന്ന് ചോദിച്ചായിരുന്നു അവരാക്രമിച്ചത്. തലക്കിട്ടടിക്കുകയും പുറത്തിട്ട് ചവിട്ടുകയും പിന്നെ കൈയിരുന്ന ഫയൽ വലിച്ചു കീറി ദൂരെ എറിയുകയൊക്കെ ചെയ്യുകയുണ്ടായി. രാവിലെ നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങളും പ്രാദേശിക സർവീസ് നടത്തുന്ന KSRTC വാഹനങ്ങളും RSS BJP പ്രവർത്തകർ തടഞ്ഞതും പോലീസുമായി വാക്കേറ്റത്തിനിടയാക്കി. നഗരത്തിലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നെങ്കിലും ഗ്രാമപ്രദേശങ്ങളെ ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല. MG സർവകലാശാലയുടെ പരീക്ഷകളും മുടക്കമില്ലാതെ നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജസ്റ്റിസ് കർണന്റെ മാപ്പപേക്ഷ സുപ്രീംകോടതി പരിഗണിച്ചില്ല. അറസ്റ്റ് ഒഴിവാക്കണമെന്നും കർണന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യങ്ങളെല്ലാം പിന്നീട് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി രജിസ്ട്രാർ സ്വീകരിക്കുന്നില്ലെന്നും കർണന്റെ അഭിഭാഷകൻ പരാതിപ്പെട്ടു. അതേസമയം ജസ്റ്റിസ് കർണൻ മദ്രാസ് ഹൈക്കോടതിയിൽ കീഴടങ്ങിയേക്കും. അറസ്റ്റ് ചെയ്യാൻ 3 സംസ്ഥാനങ്ങളിലെ പോലീസ് തെരച്ചിൽ നടത്തവേ മാപ്പപേക്ഷയുമായി ജസ്റ്റിസ് കർണന്റെ അഭിഭാഷകൻ സുപ്രീംകോടതിയെ സമീപിച്ചു. ശിക്ഷിച്ചാലും മാപ്പ് പറയാനുള്ള വ്യവസ്ഥ നിയമത്തിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർണൻ സുപ്രീംകോടതിക്ക് മുമ്പിലെത്തിയത്. കോടതിയലക്ഷ്യ കേസിൽ നിരുപാധികം മാപ്പ് പറയാൻ സന്നദ്ധനാണ്. കർണന് 6 മാസം തടവ് ശിക്ഷ വിധിച്ച 7-അംഗ ബെഞ്ചിന് അധ്യക്ഷത വഹിച്ച ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ കർണന്റെ അഭിഭാഷകൻ വിഷയം ഉന്നയിച്ചു. പക്ഷേ അടിയന്തരമായി ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. 7-അംഗ ബെഞ്ച് വീണ്ടും ചേരുമ്പോൾ കർണന്റെ ആവശ്യം പരിശോധിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ജസ്റ്റിസ് കർണൻ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നതിനാൽ ഇക്കാര്യത്തിൽ വേഗം ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രത്യേകം അപേക്ഷ നൽകാൻ നിർദ്ദേശിക്കുകയാണ് സുപ്രീംകോടതി ചെയ്തത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇതേ ആവശ്യവുമായി വരുന്നതെന്തിനെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. സുപ്രീംകോടതി ഇടപെടാത്ത സാഹചര്യത്തിൽ കർണന്റെ നില വീണ്ടും പരിങ്ങലായി. അറസ്റ്റ് ഒഴിവാക്കാനുള്ള കർണന്റെ എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുകയാണ്. മാപ്പപേക്ഷ നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ അറസ്റ്റ് വാറന്റ് സുപ്രീംകോടതി പുറപ്പെടുവിക്കില്ലായിരുന്നുവെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. നീചവും നിന്ദ്യവുമായി വിവാഹമോചന രീതിയാണ് തലാഖെന്ന് സുപ്രീംകോടതി കുറ്റപ്പെടുത്തി. ഇഷ്ടമില്ലാത്ത വധശിക്ഷ നിയമപരമായി നിലനിൽക്കുന്നത് പോലെയാണ് മുത്തലാഖ് വ്യക്തി നിയമമായി തുടരുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. മുത്തലാഖിനെതിരായ ഹർജിയിൽ വാദം തുടരവെയാണ് ഭരണഘടനാ ബെഞ്ചിൽ നിന്നും സുപ്രധാനമായ പരാമർശങ്ങൾ ഉണ്ടായത്. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത നിയമത്തിന് വിരുദ്ധമാണ് മുത്തലാഖെന്ന് മുതിർന്ന അഭിഭാഷകൻ രാം ജെഠ്മലാനി ചൂണ്ടിക്കാട്ടി. മുത്തലാഖിനെതിരായ ഹർജിയിൽ 2-ാം ദിവസവും തുടർന്ന വാദത്തിൽ തലാഖ് ചൊല്ലി മൊഴി ചൊല്ലുന്ന രീതിക്കെതിരെ ഭരണഘടനാ ബെഞ്ചിൽ നിന്നും കടുത്ത പരാമർശമുയർന്നു. മുസ്ലിം മതവിശ്വാസങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന നീചവും നിന്ദ്യവുമായ വിവാഹമോചന രീതിയാണ് മുത്തലാഖ്. റദ്ദാക്കിയാൽ അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടി വരും. മുസ്ലിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള വിവാഹമോചന രീതി ഉണ്ടോയെന്നും കോടതി ചോദിച്ചു. മുത്തലാഖ് പാപമാണെന്ന് അമിക്കസ് ക്യൂറി സൽമാൻ ഖുർഷിദ് ചൂണ്ടിക്കാട്ടി. എതിർക്കപ്പെടേണ്ടതാണെങ്കിലും വ്യക്തി നിയമമായി മുത്തലാഖ് നിലനിൽക്കുന്നുണ്ടെന്നും അമിക്കസ് ക്യൂറി അറിയിച്ചു. ഇഷ്ടമില്ലെങ്കിലും നിലനിൽക്കുന്ന വധശിക്ഷാ നിയമം പോലെയാണോ തലാഖ് എന്നായിരുന്നു സുപ്രീംകോടതിയുടെ മറുചോദ്യം. മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളിലൊന്നും മുത്തലാഖില്ല. പാപമാണെങ്കിൽ പിന്നെന്തിനാണ് തുടരുന്നതെന്ന് കോടതി ചോദിച്ചു. പാപം ചെയ്യാൻ ഒരു മതവും അനുവദിക്കുന്നില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 സ്ത്രീക്കും പുരുഷനും ഉറപ്പു നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണ് മുത്തലാഖെന്ന് മുതിർന്ന അഭിഭാഷകൻ രാം ജെഠ്മലാനി വാദിച്ചു. തലാഖ് വഴിയുള്ള വിവാഹമോചനത്തിന് ഉഭയകക്ഷി സമ്മതമില്ല. പുരുഷനാണ് ആധിപത്യം. ലിംഗസമത്വത്തിനാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത്ത പറഞ്ഞു. തലാഖും ബഹുഭാരിത്വവും അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും കനത്ത തിരിച്ചടി. ഇരുവർക്കുമെതിരെ ആദായനികുതി വകുപ്പിന് അന്വേഷണം നടത്താമെന്ന് ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും 73% ഓഹരി പങ്കാളിത്തമുള്ള യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനി ഏറ്റെടുത്തതിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകളും വഞ്ചനയും നടന്നുവെന്നതാണ് BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി നൽകിയ പരാതി.
ഈ കേസിന്റെ നടപടികൾ ദില്ലി പാട്യാല ഹൌസ് കോടതിയിൽ തുടരുന്നതിനിടെ ആദായ നികുതി വകുപ്പും അന്വേഷണം ആരംഭിച്ചിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് യങ് ഇന്ത്യ കമ്പനി നൽകിയ ഹർജിയാണ് ജസ്റ്റിസുമാരായ എസ് മുരളീധർ, ചന്ദ്രശേഖർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് തള്ളിയത്. അന്വേഷണം തുടരാൻ ആദായ നികുതി വകുപ്പിന് ഹൈക്കോടതി അനുമതി നൽകി. ആദായ നികുതി വകുപ്പിന്റെ ഏകപക്ഷീയമായ അന്വേഷണം അംഗീകരിക്കില്ലെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. സോണിയയെയും രാഹുലിനെയും കൂടാതെ കോൺഗ്രസ് നേതാക്കളായ മോട്ടിലാൽ വോറ, ഓസ്കർ ഫെർണാണ്ടസ്, സാം പിത്രോദ, സുമൻ ദുബെ എന്നിവരും നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതികളാണ്. കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേരത്തെ ദില്ലി പാട്യാല ഹൌസ് കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യമെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ തെളിയിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് കമ്മീഷന്റെ വെല്ലുവിളി. വോട്ടിംഗ് മെഷീനിലെ കൃത്രിമത്വം തെളിയിക്കാൻ ദേശീയ പാർട്ടികൾക്ക് കമ്മീഷൻ 2 ദിവസത്തെ സമയവും അനുവദിച്ചു. മാണിയുടെ മരുമകന്റെ പേരിലുള്ള റിസോർട്ട് കയ്യേറ്റ ഭൂമിയിലാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയെ അറിയിച്ചു. നെയ്യാറ്റിൻകര പൂവാറിലെ റിസോർട്ടിന്റെ കയ്യേറ്റം ഒഴിപ്പിക്കാനായി പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ നടന്ന ചോദ്യോത്തരവേളയിലാണ് ഇരുവരും നിലപാട് വ്യക്തമാക്കിയത്. മുൻ റവന്യൂ മന്ത്രി കെ എം മാണിയുടെ മരുമകന്റെ പേരിലുള്ള നെയ്യാറ്റിൻകര പൂവാറിലെ റിസോർട്ട് ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. ഐസോള ഡി കൊക്കോ എന്ന റിസോർട്ടാണ് കെ എം മാണിയുടെ മരുമകന്റെ പേരിലുള്ളത്. നെയ്യാറ്റിൻകര അഡീഷണൽ തഹസീൽദാർ നടത്തിയ അന്വേഷണത്തിലാണ് ഭൂമി കയ്യേറ്റം ബോധ്യപ്പെട്ടതെന്നും കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കയ്യേറ്റം ഒഴിപ്പിക്കാൻ നോട്ടീസ് നൽകിയതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ഒപ്പം ഭാസുരം, കസ്തൂരി എന്നീ റിസോർട്ടുകളും കയ്യേറ്റ ഭൂമിയിലാണ് നിലകൊള്ളുന്നതെന്നും മന്ത്രി സഭയെ അറിയിച്ചു. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ 144 പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി സഭയിൽ ആവർത്തിച്ചു. ജില്ലാ കളക്ടർ, സബ് കളക്ടർ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവർക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്. എന്നാൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കും മുമ്പ് പോലീസുമായി ആലോചിക്കുന്നതാണ് കീഴ്വഴക്കം. ഇത് മൂന്നാറിൽ ഉണ്ടായില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോലീസുമായോ സർക്കാരുമായോ ആലോചിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. കാപ്പ നിയമപ്രകാരം 42 പേരെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിട്ടുണ്ടെന്നും 30 പേർക്കെതിരെ സഞ്ചലന നിയന്ത്രണ ഉത്തരവും പുറപ്പെടുവിച്ചതായും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 473 ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ഇതിൽ 54 കേസുകൾ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തതാണെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട വകുപ്പ് നഗരകാര്യ വകുപ്പാണ്. മത്സ്യത്തൊഴിലാളികളുടെ സമാശ്വാസ പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതം കഴിഞ്ഞ 3 വർഷമായി ലഭിക്കുന്നില്ലെന്ന് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടി എം സഭയെ അറിയിച്ചു. നിലവിൽ സംസ്ഥാന വിഹിതം കൊണ്ട് മാത്രമാണ് പദ്ധതി നടപ്പിലാകുന്നതെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എം എം മണിക്കെതിരായി മൂന്നാറിൽ ഗോമതി നടത്തിയ സമരം അവസാനിപ്പിച്ചു. സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പൊമ്പിള ഒരുമയുടെ പിന്മാറ്റം. അതേസമയം വിവാദ പ്രസംഗത്തിന്റെ പേരിൽ എം എം മണിക്കെതിരെ കേസെടുക്കണമെന്ന ഹർജി പിന്നീട് പരിഗണിക്കാമെന്ന് ഹൈക്കോടതി. മണി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. 20 ദിവസമായി മൂന്നാർ ടൗണിൽ ഗോമതിയും കൂട്ടരും നടത്തിവന്ന സമരമാണ് ഗത്യന്തരമില്ലാതെ അവസാനിപ്പിച്ചത്. വൈദ്യുതി മന്ത്രി എം എം മണി സ്ത്രീകളെ അപമാനിച്ചു പ്രസംഗിച്ചു എന്നാരോപിച്ചാണ് എം എം മണി മന്ത്രിസ്ഥാനം രാജിവെച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പെൺപിള ഒരുമയുടെ പേരിൽ ഗോമതിയും കൂട്ടരും സമരം ആരംഭിച്ചത്. എന്നാൽ സമരം നടത്തുന്നത് പെൺപിള ഒരുമയല്ലെന്ന് തോട്ടം തൊഴിലാളികൾ സമരവുമായി സഹകരിക്കില്ലെന്നും പെൺപിള ഒരുമ പ്രസിഡന്റ് ലിസി സണ്ണി വ്യക്തമാക്കി. ഇതോടെ സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസും BJPയും രംഗത്തു വന്നു. ഒരു ഘട്ടത്തിൽ CR നീലകണ്ഠൻ നിരാഹാര സമരവും നടത്തി. സമരത്തിന് ആവേശം പകരാൻ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കുമ്മനവും മൂന്നാറിലേക്ക് എത്തിയിരുന്നു. ജനപിന്തുണയില്ലാത്ത സമരവുമായി മുൻപോട്ട് പോകാനാകില്ലെന്ന തിരിച്ചറിവാണ് സമരം അവസാനിപ്പിക്കാൻ കാരണമായത്. ഒരു ഘട്ടത്തിൽ സമരത്തെ ഭൂസമരമാക്കാനും ശ്രമം നടന്നിരുന്നു. അടുത്ത ജൂലൈ 9 ഭൂപ്രശ്നമുയർത്തി സമരം ആരംഭിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ തോട്ടം തൊഴിലാളികൾക്കും ഒരേക്കർ ഭൂമി എന്നതാണ് പുതിയ ആവശ്യം. അതേസമയം സ്ത്രീകളെ അപമാനിച്ച് സംസാരിച്ച മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജി അവധിക്ക് ശേഷം പരിഗണിക്കാൻ കോടതി മാറ്റി. കേസ് പരിഗണിച്ചപ്പോൾ അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.